ബസ്സിൽ വച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 35-കാരിയായ ഷിംജിതയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ദീപകിന്റെ അമ്മയുടെ പരാതിയിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തത്. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. ഷിംജിതയെ തപ്പി പോലീസ് വടകരയിലെ വീട്ടിലെത്തിയപ്പോഴേക്കും അവർ പോലീസിനെ വെല്ലുവിളിച്ച് കടന്നു കളഞ്ഞിരുന്നു. ദീപക് മരിച്ച അതേ ദിവസം തന്നെ ഷിംജിത വിദേശത്തേക്ക് കടന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷിംജിതയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മലയാളികൾ ചേർന്ന് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചെന്ന വിവരവും വൈറലായിരുന്നു. എന്നാൽ ഇത് തന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഷിംജിത തന്നെ താൽക്കാലികമായി ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്താൽ പിന്നെ അവർക്ക് പഴയതുപോലെ കണ്ടന്റ് ക്രിയേറ്ററായി തന്നെ വിലസാം. ഇതിനിടെ ദീപകിനെതിരെ സംഭവ ദിവസം തന്നെ താൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെന്ന യുവതിയുടെ വാദവും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഷിംജിതയിൽ നിന്ന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് വടകര ഇൻസ്പെക്ടർ വ്യക്തമാക്കിയതോടെയാണ് ആ വാദങ്ങൾ പൊളിഞ്ഞത്. യുവതി വീണ്ടും മറ്റൊരു രാജ്യത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നിയമ നടപടികളിലാണ് ദീപകിന്റെ കുടുംബം.